കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഭരണകക്ഷിയായി കോൺഗ്രസിനുള്ളിൽ തർക്കം മുറുകുന്നതിനിടെ തനിക്ക് സംസ്ഥാനത്തെ 136 എംഎൽഎമാരുടെയും പിന്തുണയുണ്ടെന്ന ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട നിലവിൽ അവ്യക്തതകളില്ലെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായുള്ള ഭരണപരമായ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അസം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കർണാടകയിൽ കോൺഗ്രസിനാകെ 136 എംഎൽഎമാരാണുള്ളത്. പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന് ശിവകുമാർ മുന്നറിയിപ്പ് നൽകി. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവരോട് വായടച്ചിരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും അതെല്ലാവരും പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്നെ അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നാണ് ശിവകുമാറിന്റെ പക്ഷം. 2025 നവംബറിൽ കോൺഗ്രസ് സർക്കാർ പകുതി കാലാവധി പൂർത്തിയാക്കിയതോടെയാണ് അധികാര പങ്കിടൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ കർണാടക രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായത്. 2023 സർക്കാർ രൂപീകരണ വേളയിൽ സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാൻ ധാരണയുണ്ടായിരുന്നു എന്ന അഭ്യൂഹങ്ങളാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. അതേസമയം അസം തെരഞ്ഞെടുപ്പിന്റെ മുതിർന്ന നിരീക്ഷകനായി നിയമിക്കപ്പെട്ട ശിവകുമാർ തന്റെ ഡൽഹി സന്ദർശനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരണങ്ങൾക്ക് മുതിരരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ തന്നെ രംഗത്ത് വന്നത് ഇപ്പോൾ വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വിഷയത്തിൽ എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരണങ്ങൾ വിലക്കിയിട്ടുണ്ട് എന്നും ഇത്തരം പ്രതികരണങ്ങൾ പാർട്ടിയുടെ മുഖച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുമെന്നാണ് ഡി.കെ. ശിവകുമാർ പറയുന്നത്. സദാശിവനഗറിലെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ശിവകുമാറിന്റെ ഇങ്ങനെയൊരു പ്രതികരണം. സിദ്ധരാമയ്യ ഡി.കെ. ക്യാമ്പിലെ നേതാക്കൾ മുഖ്യമന്ത്രി പദം സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ആവർത്തിച്ചു പറയുന്നതാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകാൻ കാരണമെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം കർണാടക കോൺഗ്രസ് എംഎൽഎയായ ഇക്ബാൽ ഹുസൈൻ ശിവകുമാറിന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. 80 മുതൽ 90 വരെ എംഎൽഎമാരുടെ പിന്തുണ ശിവകുമാറിനുണ്ട് എന്നും മുഖ്യമന്ത്രി പദം നൽകണമെന്നുമാണ് ഇക്ബാൽ ഹുസൈൻ പറഞ്ഞത്. അതിനും മുൻപായി സിദ്ധരാമയ്യയുടെ മകൻ തന്റെ പിതാവ് തന്നെ 5 വർഷം മുഖ്യമന്ത്രിയായി തുടരുമെന്നും അതിൽ മാറ്റമില്ലെന്നും പറഞ്ഞിരുന്നു.